പ്രഭാത വാർത്ത വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ തുടർ നടപടി എന്ത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. റിപ്പോർട്ടിൽ തന്നെ വിവിധ നിർദ്ദേശങ്ങളുണ്ട്. ഗുരുതര വെളിപ്പെടുത്തലുകളിൽ അടങ്ങിയ റിപ്പോർട്ടിന്മേൽ കേസ് എടുക്കണമെന്ന ആവശ്യവും ശക്തമാണ്. അതിഗുരുതരമായ പരാമർശങ്ങൾ നിറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷം സർക്കാരിന്റെ മേശപ്പുറത്തിരുന്നത് നീതീകരിക്കാവുന്നതല്ല. ഒരു നടപടിയും ഇതുവരെയും സ്വീകരിക്കാത്ത സർക്കാരും വിമർശന വിധേയരാകുന്നുണ്ട്. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരിന്റെ ക്രിയാത്മക ഇടപെടൽ വേണമെന്നതാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ ഇനി എന്ത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഏറെക്കാലമായി സർക്കാർ തന്നെ പറയുന്ന സിനിമാ നയം എന്ന് രൂപീകരിക്കുമെന്നതാണ് ഒന്നാമത്തെ ചോദ്യം. അടുത്ത മാസം ഉണ്ടാകുമെന്ന് മന്ത്രി പറയുന്നു. റിപ്പോർട്ടിൽ തന്നെ സിനിമാ മേഖലയ്ക്ക് മാത്രമായി ഒരു ട്രൈബ്യൂണൽ രൂപീകരിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. റിട്ടയർഡ് വനിതാ ഹൈക്കോടതി ജഡ്ജിയായിരിക്കണം ട്രൈബ്യൂണൽ അധ്യക്ഷ എന്നും പറയുന്നു. അത് നടപ്പിലാക്കാൻ സർക്കാരിന്മേൽ സമ്മർദ്ദമേറും. സിനിമാ കോൺക്ലേവ് നടത്തി വിശദമായ ചർച്ച സർക്കാരിൻ്റെ ആലോചനയിലുണ്ട്. അതിന് സർക്കാരും പ്രതിപക്ഷവും സിനിമാ മേഖലയിലെ മുഴുവൻ സംഘടനകളും സഹകരിക്കണം. FIR രജിസ്റ്റർ ചെയ്യേണ്ട കുറ്റകൃത്യങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുവെന്ന പരാമർശമുണ്ട്. ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളിൽ പോലീസ് ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു. വിദൂരമാണ് കേസെടുക്കാനുള്ള സാധ്യത. ICCക്ക് മുകളിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള കമ്മിറ്റി വേണമെന്നതാണ് മറ്റൊരാവശ്യം. സിനിമയ്ക്കുള്ളിലെ പരാതികൾ പറയാൻ രൂപീകരിച്ചിരിക്കുന്ന കമ്മിറ്റികളിലും പുരുഷന്മാരുടെ നിയന്ത്രണമാണുള്ളത്. അതും സർക്കാർ ഇടപെട്ട് തന്നെ അവസാനിപ്പിക്കണം. സ്ക്രീനിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കൂടുതൽ അവസരം നൽകാൻ ഇടപെടലുണ്ടാവണം. 30% സ്ത്രീ സംവരണം ഏർപ്പെടുത്തണം. സിനിമയിൽ അധികാര കേന്ദ്രങ്ങളായി സ്ത്രീകളെ അവതരിപ്പിക്കണമെന്ന ഹേമ കമ്മിറ്റി നിർദ്ദേശം നടപ്പിലാക്കുമോ എന്ന് കണ്ടറിയണം. ലിംഗസമത്വത്തെക്കുറിച്ച് ബോധവൽക്കരണം സർക്കാരിൻ്റെ ആലോചനയിലാണ്. ഇതിന് ആദ്യം സിനിമാ മേഖലയിൽ ഒരു നിയന്ത്രണം സർക്കാരിനുണ്ടാവണമെന്നതാണ് പ്രധാനം. ഇനിയെങ്കിലും സർക്കാരിനത് കഴിയുമോ എന്ന് കാത്തിരുന്നു കാണാം. സലിം മാലിക്, 24, തിരുവനന്തപുരം. മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വരുന്ന വാക്ക് വിട്ടുവീഴ്ച എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിമർശനം. ഭീഷണിക്ക് വഴങ്ങി കിടക്ക പങ്കിടേണ്ടി വരുന്നവരിൽ അഭിനേത്രിമാർ മുതൽ വനിതാ ടെക്നീഷ്യന്മാർ വരെയുണ്ട്. ചില പെൺകുട്ടികളുടെ അമ്മമാർ വരെ ഇതിന് കൂട്ടുനിൽക്കാറുണ്ടെന്നും റിപ്പോർട്ടിൽ വെളിപ്പെടുത്തലുകളുണ്ട്. സംവിധായകർ, പ്രൊഡ്യൂസർ, നടന്മാർ, പ്രൊഡക്ഷൻ കൺട്രോളർ തുടങ്ങി ആരു സമീപിച്ചാലും വഴങ്ങിക്കൊടുക്കണം. ഓഡിഷൻ പരസ്യം കണ്ടു വിളിക്കുന്ന യുവതികൾക്ക് ക്ഷണം കിട്ടിയാൽ ആദ്യം ചോദിക്കുന്നത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണോ എന്ന്. പല നടിമാരും അവസരങ്ങൾ നേടിയത് ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടെന്നാണ് റിപ്പോർട്ടിലെ വെളിപ്പെടുത്തൽ. ചില പുതുമുഖ നടിമാരുടെ അമ്മമാർ തന്നെ വിട്ടുവീഴ്ച ചെയ്യുന്നതിൽ തെറ്റില്ലെന്ന് കരുതുന്നവരാണ്. ലഹരിയുടെ ഉന്മാദത്തിൽ കതകിൽ മുട്ടുന്ന പുരുഷന്മാരെ പേടിച്ച് മാതാപിതാക്കളുമായി സിനിമാ സെറ്റിലേക്ക് വരുന്നവരും കുറവല്ല. സിനിമ ചിത്രീകരിക്കുന്നതിന് മുൻപ് പറഞ്ഞതിനേക്കാൾ മോശമായ രീതിയിൽ ശരീരഭാഗങ്ങൾ കാണിച്ച് ചില നടിമാർക്ക് അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട്. സഹിക്കാൻ വയ്യാതെ സെറ്റ് വിട്ടപ്പോൾ നഗ്നദൃശ്യങ്ങൾ കാണിച്ച് സംവിധായകൻ ഭീഷണിപ്പെടുത്തിയ സംഭവങ്ങളുമുണ്ട്. നടിമാർക്ക് മാത്രമല്ല, വനിതാ ടെക്നീഷ്യന്മാർക്കും ദുരനുഭവങ്ങൾ ഏറെ. സീനിയർ മേക്കപ്പ് മാന്റെ കിടക്ക പങ്കിടൽ ആവശ്യം നിരസിച്ചതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും ഡയറക്ടറോടും പ്രൊഡ്യൂസറോടും പ്രത്യേക റൂം ആവശ്യപ്പെട്ടപ്പോൾ കേട്ടാലറയ്ക്കുന്ന തെറി വിളിച്ചതായും വെളിപ്പെടുത്തലുണ്ട്. ജോലി പോകുമെന്ന ആശങ്കയിലും ജീവഹാനി ഭയന്നും പല സ്ത്രീകളും സിനിമാ മേഖലയിലെ അതിക്രമങ്ങൾ സഹിക്കുന്നതായും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. 24, തിരുവനന്തപുരം. സിനിമാ സെറ്റുകളിൽ മുൻനിര താരങ്ങൾ അനുഭവിച്ചതിനേക്കാൾ ക്രൂരമായ ദുരനുഭവങ്ങളാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് നേരിടേണ്ടി വന്നത് എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തൽ. സിനിമാ മേഖല ഏറ്റവും മനുഷ്യത്വരഹിതമായി പെരുമാറുന്നതും ജൂനിയർ ആർട്ടിസ്റ്റുകളോടാണ്. പെൺകുട്ടികളായ ആർട്ടിസ്റ്റുകൾക്ക് ലൈംഗിക ചൂഷണം നേരിടേണ്ടി വരുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റുകളെക്കുറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പല പരാമർശങ്ങളും ഞെട്ടിക്കുന്നതാണ്. കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളുടെ തറവാടാണ് മലയാള സിനിമയെന്ന് റിപ്പോർട്ടിലെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഭാഗം പരാമർശിക്കുന്ന 153 പേജ് മുതൽ പറയുന്നുണ്ട്. അമ്മയെന്ന താരസംഘടന ജൂനിയർ ആർട്ടിസ്റ്റുകളെ അഭിനേതാക്കളായി പോലും പരിഗണിക്കാറില്ല. ജൂനിയർ ടെക്നീഷ്യന്മാരെ ടെക്നീഷ്യന്മാരായും പരിഗണിക്കുന്നില്ല. സിനിമ ചെയ്യാൻ ഇവരാവശ്യമാണെങ്കിലും കടുത്ത വിവേചനം നേരിടേണ്ടി വരുന്നുണ്ട് ജൂനിയർ അഭിനേതാക്കൾക്ക്. ജോലി നഷ്ടപ്പെടുമെന്ന ഭയം കൊണ്ട് കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകാൻ പോലും പലരും വിസമ്മതിച്ചു. തുറന്നു പറഞ്ഞവരാകട്ടെ വെളിപ്പെടുത്തിയത് നടുക്കുന്ന സംഭവങ്ങൾ. അടിമകളേക്കാൾ മോശം രീതിയിലാണ് താരങ്ങളും സംവിധായകരും പെരുമാറുന്നത്. 19 മണിക്കൂറോളം സെറ്റിൽ ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട്. എന്നാൽ അതിനു തക്ക പ്രതിഫലം ലഭിക്കുന്നില്ല. ശുചിമുറി സൗകര്യമില്ല. പ്രാഥമിക സൗകര്യങ്ങൾക്ക് സ്ത്രീകൾ ഉൾപ്പെടെ പൊന്തക്കാടുകൾ തേടേണ്ടി വരുന്ന അവസ്ഥ. ഷൂട്ടില്ലാത്ത സമയത്ത് ഇരിക്കാൻ സൗകര്യമില്ല. ഇതെല്ലാം സഹിച്ചു ജോലി ചെയ്താലും
ആവശ്യത്തിന് വെള്ളമോ ഭക്ഷണമോ ലഭിക്കാറില്ലെന്നും ജൂനിയർ ആർട്ടിസ്റ്റുകൾ കമ്മിറ്റിക്ക് മുമ്പിൽ വെളിപ്പെടുത്തി. ഷൂട്ടിംഗ് തീർന്നാൽ പിറകെ നടന്ന് യാചിച്ചാലും ശമ്പളമില്ല. 1800 രൂപ മുതൽ ശമ്പളമുണ്ടെങ്കിലും ഇടനിലക്കാരൻ ആർട്ടിസ്റ്റുകൾക്ക് നൽകുന്നത് വെറും 500 രൂപ. ബാക്കി പണം ഇടനിലക്കാരുടെ പോക്കറ്റിൽ. ഭക്ഷണം, വെള്ളം, യാത്രാ ചെലവ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ജോലി ചെയ്ത് തിരിച്ചു പോകുമ്പോൾ പലരുടെയും കീശ കാലി. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് അവസരം നൽകാമെന്ന് പറഞ്ഞ് പെൺകുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നത് പതിവാണെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. സമാനതകളില്ലാത്ത ചൂഷണമാണ് ചലച്ചിത്ര മേഖലയിൽ നടക്കുന്നതെന്നാണ് ഹേമ കമ്മിറ്റി വിരൽ ചൂണ്ടുന്നത്. 24 തിരുവനന്തപുരം. സിനിമാ മേഖലയിൽ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചാണ് WCC എന്ന സംഘടന രൂപം കൊണ്ടത്. രൂപീകരണത്തിനു പിന്നാലെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഉൾപ്പെടെ നിർണായകമായ ഇടപെടലുകൾ നടത്തിയ സംഘടന പിന്നീട് പതിയെ നിഷ്ക്രിയമായി. യഥാർത്ഥത്തിൽ WCCക്ക് എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാം. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിനു പിന്നാലെ 2017 നവംബർ 1-നാണ് ചലച്ചിത്ര മേഖലയിലെ വനിതകളുടെ കൂട്ടായ്മ പിറവികൊള്ളുന്നത്. WCC എന്ന ചുരുക്കപ്പേരിൽ വിമൺ ഇൻ സിനിമ കളക്ടീവ് സജീവമായി. തുടക്കകാലത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു. സിനിമാ നിർമ്മാണ യൂണിറ്റുകളിൽ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നത് മുതൽ പോഷ് നിയമം പാലിക്കണമെന്ന ഹൈക്കോടതി ഇടപെടലുകളിൽ വരെ WCC നിർണായക ഘടകമായി. കാലക്രമേണ WCC പിൻവലിഞ്ഞു തുടങ്ങി. പല വിഷയങ്ങളിലും മൗനം പാലിച്ചു. പ്രതികരണങ്ങളിൽ മിതത്വം. പിന്നീട് കണ്ടത് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും മാത്രം ഒതുങ്ങുന്ന WCCയെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിൽ ഉൾപ്പെടെ നിർണായകമായ ഇടപെടൽ നടത്തിയെങ്കിലും പൊതുമധ്യത്തിൽ ഇറങ്ങിയുള്ള പ്രതികരണത്തിന് സംഘടന തയ്യാറാകുന്നില്ല എന്നത് ശ്രദ്ധേയം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ WCCയുടെ ഒരു സ്ഥാപക അംഗത്തിനെതിരെയും വിമർശനമുണ്ട്. ഇവർക്ക് സ്വാർത്ഥ താൽപര്യമെന്നും സിനിമയിൽ കൂടുതൽ അവസരങ്ങൾ കിട്ടിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംഘടനയുടെ നിലപാടുകളിൽ പ്രതിഷേധിച്ച് 2018 മഞ്ജു വാര്യർ രാജിവെച്ചതും നിലവിൽ സജീവ ചർച്ചയാകുന്നുണ്ട്. ചരിത്രം സൃഷ്ടിച്ചു പിറന്ന WCC പല വിഷയങ്ങളിലും നിശബ്ദമാകാൻ കാരണം എന്തെന്ന ചർച്ചയും സജീവമായിട്ടുണ്ട്. 24 കൊച്ചി. ഇനി മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുകയാണ്. കൊൽക്കത്തയിലെ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതക കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. സ്വമേധയാ എടുത്ത കേസ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. കേസിന്റെ അന്വേഷണ ചുമതല CBIയിലെ 2 ഉന്നത വനിതാ ഓഫീസേഴ്സിന് കൈമാറി. ഹത്രസ് ബലാത്സംഗ കൊലപാതക കേസും ഉന്നാവോ ബലാത്സംഗ കേസും കൈകാര്യം ചെയ്ത സമ്പത്ത് മീണയ്ക്കാണ് മേൽനോട്ടത്തിന്റെ ചുമതല. ഹത്രസ് അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിരുന്ന സീമ പഹൂജയും സംഘത്തിലുണ്ട്. കസ്റ്റഡിയിലുള്ള പ്രതി സഞ്ജയ് റോയിയുടെ നുണപരിശോധന ഇന്ന് നടത്തും എന്നാണ് CBI വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ CBI തുടർച്ചയായി 4 ദിവസങ്ങളിൽ ചോദ്യം ചെയ്തു. ജസ്ന തിരോധാന കേസിൽ പുതിയ വെളിപ്പെടുത്തൽ നടത്തിയ മുണ്ടക്കയം സ്വദേശിനിയുടെ മൊഴി CBI എടുത്തേക്കും. ഇന്ന് മുണ്ടക്കയത്തെത്തി മൊഴിയെടുക്കുമെന്നാണ് വിവരം. ജസ്നയെ കാണാതാകുന്നതിന് 2 ദിവസം മുൻപ് ഇവർ ജോലി ചെയ്തിരുന്ന ലോഡ്ജിൽ വെച്ച് കണ്ടു എന്നായിരുന്നു വെളിപ്പെടുത്തൽ. ഒരു യുവാവും കൂടെ ഉണ്ടായിരുന്നുവെന്നും ലോഡ്ജ് ജീവനക്കാരിയെ പറഞ്ഞു. ഈ പശ്ചാത്തലത്തിലാണ് ഇവരുടെ മൊഴിയെടുക്കാൻ CBI തീരുമാനിച്ചത്. അതേസമയം മുൻ ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ ലോഡ്ജ് ഉടമ തള്ളിയിരുന്നു. ജോലിയിൽ നിന്ന് പറഞ്ഞുവിട്ടതിന്റെ വൈരാഗ്യമെന്നാണ് ലോഡ്ജ് ഉടമ പറയുന്നത്. ജസ്നയുടെ പിതാവും ആരോപണം തള്ളിക്കളഞ്ഞിരുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. മലയോര മേഖലകളിൽ മഴ കനത്തേക്കും. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. കേന്ദ്ര സർക്കാർ സർവീസിലെ ലാറ്ററൽ എൻട്രിയുമായി ബന്ധപ്പെട്ട് NDAയിൽ ഭിന്നത. JDU, LJP കക്ഷികൾ തീരുമാനത്തെ എതിർത്തു. എന്നാൽ ലാറ്ററൽ എൻട്രി തീരുമാനത്തെ TDP അനുകൂലിക്കുകയാണ്. സംവരണമടക്കം തടസ്സപ്പെടുമെന്നാണ് JDUവിന്റെ വിമർശനം. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. RK, ഗുഡ് മോർണിംഗ്. NDAയിൽ ഈ വിഷയത്തിൽ വലിയ ഭിന്നത രൂപപ്പെടുകയാണോ? ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക രാധാകൃഷ്ണനാണ്. ലാറ്ററൽ എൻട്രി വിഷയത്തിലാണ് ഇപ്പോൾ JDU, LJP കക്ഷികൾ തീരുമാനത്തെ എതിർത്ത് രംഗത്ത് വന്നത്. എന്നാൽ ലാറ്ററൽ എൻട്രി തീരുമാനത്തെ TDP അനുകൂലിക്കുന്നുണ്ട്. രാധാകൃഷ്ണൻ ചേരുന്നു. ഇത് ആരെല്ലാമാണ് ഇതിൽ അനുകൂല പരാമർശം നടത്തിയത്? അതോടൊപ്പം തന്നെ വലിയൊരു ഭിന്നതയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ ഈ ലാറ്ററൽ എൻട്രിയുടെ വിഷയത്തിൽ?
ഇതില് രാം മനോഹർ ലോഹിയുടെ കാലം മുതലുള്ള നിലപാടാണ് ജനതാ പാർട്ടികൾ ഉയർത്തിക്കാട്ടുന്നത്. ജനതാ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ JDU, LJP അടക്കമുള്ള പാർട്ടികളാണ് ഈ നിലപാട് ഉയർത്തിക്കാട്ടുന്നത്. അവർ പറയുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ തങ്ങളുടെ നയപരിപാടികൾ അനുസരിച്ച് ലാറ്ററൽ എൻട്രി എന്ന സംവിധാനത്തെ അംഗീകരിക്കുക സാധ്യമല്ല. കാരണം സംവരണ വിരുദ്ധമായിട്ടുള്ള നിലപാടുകളിലേക്കാകും ലാറ്ററൽ എൻട്രി എന്ന ഈ സംവിധാനം എത്തുക. 40 തസ്തികകളിലാണ് ലാറ്ററൽ എൻട്രി വഴി നിയമനം നടത്താനായിട്ട് കേന്ദ്ര സർക്കാർ താല്പര്യപ്പെടുന്നത്. എന്നാൽ PDPക്ക് ഈ വിഷയത്തിൽ അനുകൂല സമീപനമാണ് ഉള്ളത്. വേഗത്തിൽ നിയമന നടപടികൾ പൂർത്തിയാക്കാൻ യോഗ്യതയുള്ളവരെ തസ്തികകളിലേക്ക് എത്തിക്കാൻ അത് ലാറ്ററൽ എൻട്രി സഹായകമാകും എന്നാണ് PDP സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ശരി, രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തി. സമൂഹത്തിന്റെ നന്മ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായിരുന്ന ശ്രീനാരായണ ഗുരു. ഗുരുദർശനങ്ങൾക്ക് എന്നത്തെക്കാളും പ്രസക്തിയേറുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്ന എന്നും പ്രസക്തമായ ആപ്തവാക്യം പകർന്നു തന്ന മഹാഗുരു. എല്ലാത്തരം സാമൂഹ്യ തിന്മകൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ പോരാടിയ നവോത്ഥാന നായകൻ. മനുഷ്യവംശത്തിന്റെ യാത്രാവഴികളിൽ ഒരു കെടാവിളക്കായി ശ്രീനാരായണ ഗുരു പ്രകാശം പരത്തിക്കൊണ്ടേയിരിക്കുന്നു. വിഭാഗീയതകളും വേലിക്കെട്ടുകളുമില്ലാത്ത മനുഷ്യർ സമാധാനത്തോടെ വാഴുന്ന ലോകമായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ സ്വപ്നം. എല്ലാത്തരം അടിച്ചമർത്തലുകളും ഇല്ലാതാക്കാനായിരുന്നു ഗുരു പോരാടിയത്. സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് എത്തിക്കണമെങ്കിൽ വിദ്യാഭ്യാസം കൂടിയേ തീരൂ എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം സംഘടിച്ച് ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് ആഹ്വാനം ചെയ്തു. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും തങ്ങളുടെ വിധിയാണെന്ന് കരുതി മാനസിക അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഒരു വിഭാഗം മനുഷ്യർക്ക് ഗുരുവിന്റെ ആദർശങ്ങൾ പുത്തനുണർവ് നൽകി. അരുവിപ്പുറം പ്രതിഷ്ഠയും കളവങ്കോടത്തെ കണ്ണാടി പ്രതിഷ്ഠയും കേരള നവോത്ഥാന ചരിത്രത്തിലെ ഉജ്ജ്വല അധ്യായങ്ങളാണ്. വരും തലമുറകൾക്കും ഗുരു പഠിപ്പിച്ച പാഠങ്ങൾ വഴിവെളിച്ചമായി മാറാൻ, അവ പകർന്നുകൊടുക്കാൻ മനുഷ്യരാശിക്ക് കഴിയണം. ഗുരുദർശനങ്ങൾ ആഴത്തിലറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് കാലത്തിന്റെ അനിവാര്യതയാണ്. റിസർച്ച് ഡെസ്ക് 24. എല്ലാ പ്രേക്ഷകർക്കും ശ്രീനാരായണ ഗുരു ജയന്തി ആശംസകൾ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ വടകര ശാഖയിൽ നിന്ന് 26.24 കിലോ സ്വർണം തട്ടിയ കേസിലെ പ്രതി ബാങ്ക് മുൻ മാനേജർ മഥ ജയകുമാറിന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. കർണാടകയിലെ ബദ്രിൽ നിന്നാണ് പ്രതിയെ ഇന്നലെ കസ്റ്റഡിയിലെടുത്തത്. ബാങ്കിൽ പണയം വെച്ച 26.24 കിലോ സ്വർണം തട്ടി എടുത്തു എന്നാണ് മഥ ജയകുമാറിനെതിരായ പരാതി. ഈ സ്വർണം ഇനിയും കണ്ടെത്താനുണ്ട്. മഥ ജയകുമാർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വീഡിയോയിൽ പറയുന്ന ആരോപണങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന് ബാങ്കുമായി ചില ഇടപാടുകൾ ഉണ്ടെന്നായിരുന്നു വീഡിയോ സന്ദേശം. കുട്ടനെല്ലൂർ ബാങ്ക് തട്ടിപ്പിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗത്തെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ നിർദ്ദേശം. ജില്ലാ കമ്മിറ്റി അംഗം KB പോളിനെതിരെയാണ് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്താനുള്ള തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റിന് നിർദ്ദേശമെത്തിയത്. ബാങ്ക് മുൻ പ്രസിഡന്റിനെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനം റിപ്പോർട്ട് ചെയ്യാൻ ഇന്ന് രാവിലെ ഒല്ലൂർ ഏരിയ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. സൂരജ് സജിയാണ് ചേരുന്നത് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ്, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? സ്മിത, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്തുകൊണ്ട് ചേർന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് ഇത്തരത്തിലൊരു സുപ്രധാന നിർദ്ദേശം വന്നിരിക്കുന്നത്. CPM ജില്ലാ കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ ഒല്ലൂർ ഏരിയ സെക്രട്ടറിയുമായിട്ടുള്ള KP പോളിനെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബാങ്കിന്റെ മുൻ പ്രസിഡന്റും അതുപോലെ തന്നെ DYFIയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിട്ടുള്ള റിക്സൺ പ്രിൻസിനെ ഈ പാർട്ടി അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. റിക്സൺ നിലവിൽ ഈ DYFIയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. ഈ ബാങ്ക് മുൻ പ്രസിഡന്റ് കൂടിയാണ്. ഈ 32 കോടി രൂപയുടെ തട്ടിപ്പ് ഈ കുട്ടനെല്ലൂർ ബാങ്കിൽ നടന്നു എന്നുള്ളതാണ് CPM കണ്ടെത്തിയിരിക്കുന്നത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള MK കണ്ണൻ ഉൾപ്പെടെ 3 അംഗ സമിതി നിയോഗിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ 2 പേർക്കെതിരെയും നടപടി ആവശ്യപ്പെട്ടത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ അന്വേഷണ കമ്മീഷൻ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിച്ചത്. അതിൽ അന്ന് ചർച്ചകളും നടന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് നടപടി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ട്
മാറ്റിവെക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ റിപ്പോർട്ട് വീണ്ടും പരിഗണിക്കുകയും ഈ നടപടിയിലേക്ക് പോവുകയും ചെയ്തത്. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പിന് ശേഷം CPM-നെ വലിയ രീതിയിൽ ഈ കുട്ടനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിരുന്നു. അതേ തുടർന്നാണ് ഈ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുന്നതും ഇപ്പോൾ ഈ അച്ചടക്ക നടപടിയിലേക്ക് കടന്നിരിക്കുന്നതും. എന്തായാലും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനം റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് രാവിലെ 8:30-ക്ക് ഒല്ലൂർ ഏരിയ കമ്മിറ്റി വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. സ്മിത, സുരജി, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയ തലവേദന ഉണ്ടാക്കുന്നുണ്ട്. അത് ഘടകകക്ഷികളിൽ നിന്നൊക്കെ തന്നെ ഇപ്പോൾ CPI ഒക്കെ ആണെങ്കിലും വിഷയങ്ങളിൽ ശക്തമായ വിമർശനങ്ങളുമായി തന്നെയാണ് ഇവർക്കെതിരെ കൃത്യമായ നടപടി വേണം. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു നടപടികളിലേക്ക് എന്ന് വേണോ മനസ്സിലാക്കാൻ? സ്മിത, തീർച്ചയായും ഈ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. കാരണം ഈ പാർട്ടിയുടെ പ്രതിച്ഛായയെ തകർക്കുന്ന ഒരു നടപടിയും ഉണ്ടാകില്ല, അല്ലെങ്കിൽ പ്രതിച്ഛായയെ തകർക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ വിശദമാക്കിയതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ അച്ചടക്ക നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടി തൃശ്ശൂരിൽ നേരിടേണ്ടി വന്നത് ഈ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ അഴിമതിയാണ് എന്നുള്ളത് LDF തന്നെ വിലയിരുത്തിയതാണ്. ഈ പശ്ചാത്തലത്തിൽ ഒരു തരത്തിലും ഈ സഹകരണ മേഖലയിൽ ഉണ്ടാകുന്ന ഈ ക്രമക്കേടുകൾ അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ അച്ചടക്ക നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. അതാണ് CPM ജില്ലാ കമ്മിറ്റി അംഗവും ഒല്ലൂർ ഏരിയ സെക്രട്ടറിയുമായിട്ടുള്ള KP പോളിനെ ഈ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുന്ന നടപടിയിലേക്ക് അടക്കം എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഈ മുൻ ബാങ്ക് പ്രസിഡന്റിനെ ഇപ്പോൾ ഈ സംഘടനയിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. എന്തായാലും ഇന്ന് ചേരുന്ന ഒല്ലൂർ ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശം അത് CPM സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള MK കണ്ണനായിരിക്കും നിർദ്ദേശിക്കുക. ഇന്ന് MK കണ്ണൻ പങ്കെടുത്തുകൊണ്ടാണ് ഒല്ലൂർ ഏരിയ കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഏരിയ കമ്മിറ്റിക്കടക്കം ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള വീഴ്ചയുണ്ടായി എന്നുള്ള തരത്തിൽ ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. ഇന്ന് നടക്കുന്ന ഒല്ലൂർ ഏരിയ കമ്മിറ്റി യോഗത്തിലും ഈ വിമർശനം മുന്നോട്ട് വയ്ക്കും. പ്രത്യേകിച്ച് ഈ ബാങ്കിലെ ക്രമക്കേട് നടന്നതിനെ തുടർന്ന് ഈ ബാങ്ക് ഭരണസമിതിയെ പിരിച്ചുവിട്ടിരുന്നു. പിന്നീട് അതിലെ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഈ ബാങ്ക് സമിതി വീണ്ടും അധികാരം ഏറ്റെടുക്കുകയും തെരഞ്ഞെടുപ്പിനെ തന്നെ നേരിട്ടുകൊണ്ട് വീണ്ടും അധികാരം ഏൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴാണ് ഇപ്പോൾ ഈ അച്ചടക്ക നടപടിയിലേക്ക് കൂടി പാർട്ടി കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. സ്മിത, സുരേഷ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്നവർ സ്വമേധയാ കണ്ടെത്തിയ വാടക വീടുകളിലേക്കും ബന്ധുവീടുകളിലേക്കും മാറി തുടങ്ങി. 2 ദിവസത്തിനിടെ 400ഓളം പേരാണ് ക്യാമ്പിൽ നിന്നും മടങ്ങിയത്. ക്യാമ്പിൽ കഴിയുന്നവരെ ഈ മാസം 30-നകം പൂർണ്ണമായും പുനരധിവസിപ്പിക്കാനാണ് സർക്കാരിന്റെ ശ്രമം. അതേസമയം അടിയന്തര ധനസഹായത്തിൽ നിന്ന് വായ്പാ തുക പിടിച്ച സംഭവത്തിൽ കേരള ഗ്രാമീൺ ബാങ്കിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ നാളെ ചൂരൽമലയിലെത്തും. മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന 9 ആദിവാസി കുടുംബങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. ചൂരൽമല അംബേദ്കർ കോളനിയിൽ താമസിച്ചിരുന്ന കുടുംബങ്ങളാണ് തിരിച്ചെത്തിയത്. ക്യാമ്പിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഈ പ്രദേശത്തെ ആശങ്ക വിട്ടൊഴിയുന്നുമില്ല. ചൂരൽമലയിലെ അംബേദ്കർ കോളനി പണിയ വിഭാഗത്തിൽപ്പെട്ട 21 കുടുംബങ്ങളാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഉരുൾപൊട്ടലുണ്ടായതിന്റെ നടുക്കം ഇവർക്ക് മാറിയിട്ടില്ല. ദുരന്തമുണ്ടായ സമയത്ത് പ്രദേശം വാസയോഗ്യമല്ലെന്ന് അറിയിപ്പ് ലഭിച്ചതോടെയാണ് മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറിയത്. ക്യാമ്പിൽ നിന്ന് ഇപ്പോൾ തിരിച്ചു വീട്ടിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടുവെന്ന് ഇവർ പറയുന്നു. അങ്ങനെ 9 കുടുംബങ്ങൾ തിരിച്ചെത്തി. തിരിച്ചു വരാൻ ക്യാമ്പിൽ നിന്ന് അവർ സ്കൂൾ തുറക്കണമെന്നും പറഞ്ഞ് സ്കൂൾ പഠിക്കണമെന്നും പറഞ്ഞ് അവിടെ കുട്ടികൾ പഠിക്കുന്നതാണ്. പഞ്ചായത്ത് ഒരാളാണ് പറഞ്ഞത്, അവിടെ ക്യാമ്പിലുള്ളതാ, ഞങ്ങൾ നോക്കുന്ന ആളാണ് പറഞ്ഞത്. അപ്പം പറഞ്ഞു നിങ്ങളെ വീടിന് കംപ്ലൈന്റ് ഒന്നും ഇല്ലല്ലോ, അപ്പം നിങ്ങൾ വീട്ടിൽ പോയിക്കോളിയെന്നും പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് പോയിട്ടും ചെയ്തു എല്ലാവരും കൂടിയിട്ട്. ST പ്രൊമോട്ടർ പോലും ഇവർ വിളിച്ചു പറഞ്ഞപ്പോഴാണ് വീട്ടിലേക്ക് മടങ്ങിയത് അറിഞ്ഞത്. ഇന്നലെ ദുരന്ത നിവാരണ അതോറിറ്റിയും റവന്യൂ വകുപ്പും പ്രദേശത്ത് പരിശോധനയ്ക്കെത്തി. നിലവിൽ താമസയോഗ്യമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പേടിയുണ്ട്, കുട്ടികളൊക്കെ എനിക്ക് സുഖമില്ലാത്തൊരു മോളും കൂടി ഉണ്ട്, അതാണ് പേടി. മാറാണെങ്കിൽ മാറാം. സർക്കാർ കണ്ടെത്തുന്ന വീടുകളിലേക്ക് മടങ്ങാൻ തയ്യാറാണെങ്കിലും പലയിടത്തായി ചിതറിപ്പോകുമോ എന്ന ചിന്തയാണ് കുടുംബങ്ങൾക്ക്. ഒരുമിച്ച് താമസിക്കാനുള്ള ഇടം കണ്ടെത്തിത്തരണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. 24 വയനാട്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് കൂടി പോവുകയാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ഉത്തർപ്രദേശിലെ റായ്ബറേലി സന്ദർശിക്കും. റായ്ബറേലിയിൽ വെടിയേറ്റു മരിച്ച ദളിത് യുവാവ് അർജുൻ പാസിയുടെ കുടുംബത്തെ രാഹുൽ കാണും. കേസിൽ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു.
പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിലെ രണ്ടാമത്തെ സന്ദർശനമാണിത്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 80ാം ജന്മദിനത്തോടനുബന്ധിച്ച് മുംബൈയിൽ സംഘടിപ്പിക്കുന്ന കോൺഗ്രസ് റാലിയിലും രാഹുൽ ഗാന്ധി പങ്കെടുത്തേക്കും. ന്യൂഡൽഹിയിലെ വീർഭൂമിയിൽ രാജീവ് ഗാന്ധിയുടെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നുണ്ട്. തൃശൂർ പാവറട്ടിയിൽ നിന്ന് കാണാതായ 3 കുട്ടികളെയും കണ്ടെത്തി. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുലർച്ചെ 1 മണിയോടെയാണ് കുട്ടികളെ കണ്ടെത്തിയത്. പാവറട്ടി സെയിന്റ് ജോസഫ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളെയാണ് ഇന്നലെ കാണാതായത്. സൂരജ് സജി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഈ കുട്ടികളെ എവിടെ നിന്നാണ് കണ്ടെത്തിയത്? അവർ സുരക്ഷിതരായിരുന്നു? അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? സ്മിത, കുട്ടികൾ സുരക്ഷിതരാണ് എന്നുള്ളത് തന്നെയാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കുട്ടികളെ 1 മണിയോടുകൂടി കണ്ടെത്തുന്നത്. യൂണിഫോം ധരിച്ച 3 കുട്ടികൾ ഈ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത് കണ്ട് ഈ യാത്രക്കാരാണ് ഈ വിവരം റെയിൽവേ പോലീസിന് കൈമാറുന്നത്. പിന്നീട് റെയിൽവേ പോലീസ് വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ തൃശ്ശൂരിൽ നിന്നുള്ള കുട്ടികളാണ് ഇവരെന്ന് തിരിച്ചറിയുകയും പിന്നീട് ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ കുട്ടികളുടെ കുടുംബാംഗങ്ങൾ കൊല്ലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. എന്തായാലും കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം മാത്രമാണ് ഈ കുട്ടികളെ കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകുക. പാവറട്ടി സെന്റ് ജോസഫ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളെയാണ് ഇന്നലെ രാവിലെ മുതൽ കാണാതായത്. സ്കൂളിലേക്കെന്ന് പറഞ്ഞാണ് കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ സ്കൂളിൽ എത്താതെ കുട്ടികൾ അവിടെ നിന്ന് പോവുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്താണ് ഇങ്ങനെ ഇത്തരത്തിലൊരു ഒളിച്ചോട്ടത്തിലേക്ക് നയിച്ചത് എന്ന സംബന്ധിച്ച എല്ലാ വിവരങ്ങളും പോലീസ് തേടുന്നുണ്ട്. എന്തായാലും കുട്ടികളെ ഇന്ന് രാവിലെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകുകയും. ഏതായാലും കുട്ടികൾ സുരക്ഷിതരായി തിരിച്ചെത്തി എന്നുള്ളത് ആശ്വാസകരമായ വാർത്തയാണ്. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് ഈ വിവരം നൽകിയത്. ഇതോടെ പ്രഭാത വാർത്ത പൂർണ്ണമാകുന്നു.